പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണ എന്താ? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയാൻ എന്താ? അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ, അല്ലെ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതൽ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലുക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിലെ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ? ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ, ശാശ്വതമാണ് ഈ ബന്ധം, കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ. കർത്താവ് കാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
ഞാനിവിടെ വന്നത് എൻ്റെ ഈ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്. തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുമുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും വരും, കൃപാസനത്തിൽ വരും, വന്നിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം എനിക്ക് ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ മക്കളെ, എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇതെന്ന് ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമ്പോൾ കാരക്കുണത്തെന്ന് ചോദിച്ച്, ഇന്ന് വൈകുന്നേരം ആയില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണതാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്ന് എനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി, ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴാണ് അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച് അങ്ങനെയാണ് ഇന്ന് വന്നത്. അയ്യോ, അത് സ്കാനിങ് എടുക്കണമ്മയെന്ന് പറഞ്ഞ്. ആരുണ്ട്, മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാനൊന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടറിന് ശരിക്കും വഴക്ക് പറഞ്ഞ് അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസനം വേറെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളർ നേഴ്സ് പറയണ്, അമ്മയെ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന്നെ അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കൾ പറയും, ഡോക്ടർമാർ പറയുന്നത്, അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റി. അവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ കൃപാസനമ്മേ, എന്നെ അന്വേഷിക്കാൻ ആളില്ല, ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്, എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്ലേ, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച് അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി,
അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ് ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കണ എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജപമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നു. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസനമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മകളെ വിളിച്ചു പറഞ്ഞു, ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മകൾ പറഞ്ഞു അത് ഇപ്പം തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അത് കൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത് പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജപമാലയും പിടിച്ചുകൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനുടെയും മകളുടെയും പറഞ്ഞ് മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരുടെയും ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജപമാലയും ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസി ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച്. മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ്. പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും, എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിൽ ഒടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് അവൾ ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേയും പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം കഥ പടച്ചിട്ടിരിക്കണം, ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചുമ്പോൾ അവർ പറയും നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്, ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്, ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി, ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല, അതിനുള്ള പൊറുപ്പ് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോകും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല, അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ
രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് താളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു ലേലം ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ വസ്തു എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ് ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസനമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല. എനിക്ക് അതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്നു. എൻ്റെ മാതാവേ കൃപാസനമ്മയെ ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമ്മേ എന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാരടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന് ആ പ്രസിഡന്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ എൻ്റെ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വിഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണേ ബാങ്ക് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, 12 അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ എൻ്റെ മകനെക്കാലം തന്നതാണ് എൻ്റെ ഒരു മകന്. എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് എവിടെ പോകും, പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSF നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നത്. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു അതെങ്ങനെ പറ്റും, ഞാൻ എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി വെച്ചാണ് ഞാൻ ഈ പൈസ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ് എവളെ സംസാരം കണ്ട് ആ പ്രസിഡന്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിലെന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞു നിങ്ങളൊരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് അവളൊരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനക്കോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ, ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാൻ ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്. എൻ്റെ മാതാവിൻ്റെ ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിന് അടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചെലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടി ഇടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതുച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതുച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല, ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും
ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. 10 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ലോണായിരുന്നു. 8 ലക്ഷം രൂപയാണ് എടുത്തത്. പക്ഷേ അത് 17 ലക്ഷമായി. ഹസ്ബൻഡിന് രോഗമായി. ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ അത് 17 ലക്ഷമായി. കയ്യിലൊന്നുമില്ല. ജപ്തി നോട്ടീസ് വന്ന് വീടിൻ്റെ വാതിൽക്കൽ ഒട്ടിച്ചു. ഒരു പ്രതീക്ഷയുമില്ല, ഒരു വാതിലില്ല പോകാനായിട്ട്. ആ സമയത്താണ് അവിടെയും ഈശോയും അമ്മയും ഇവിടെ കരം പിടിച്ച് നയിക്കുന്നതായിട്ട് നാം കാണുന്നത്. അതാണ് പറഞ്ഞത്, യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകിയത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവരുടെ ആ നിരാശപ്പെട്ട നിമിഷത്തിൽ, കണ്ണുനീരിൻ്റെ ആ സമയത്ത് ഈശോയും അമ്മയും കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഇവർ 4 ചുറ്റും ഓടിയപ്പോഴാണ് KSF-യിലെ ഒരു ചിട്ടിയിൽ, അത് വളരെ കാലമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു, അത് പെട്ടെന്ന് ചിട്ടി വീഴുകയും അവർക്ക് ആ പൈസ ലഭിക്കുകയുമായിരുന്നു. 15 ലക്ഷം ഒരു പെട്ടെന്ന് കിട്ടുകയായിരുന്നു. ഒരിക്കലും ഒരു 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ചിട്ടി വീണ കാശ് കിട്ടുന്നത്. അതുതന്നെ പെട്ടെന്ന് അവർക്ക് അവരുടെ ലോണിൻ്റെ അടയ്ക്കാനായിട്ട് സാധിക്കുകയും ജപ്തി നോട്ടീസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാം സഹായിച്ച് അത് അസാധ്യമായെന്ന് തോന്നിയ ഒരു നിമിഷമാണ്. കാരണം എല്ലാം കൈവിട്ട് പോയ നിമിഷം. ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം വീടിന് ജപ്തിയായി, ലോണായി. അത് അവർ പല രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കുകയാണ്. എല്ലാം ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിമിഷത്തിൽ പെട്ടെന്നാണ് ആ ചീട്ടി വീണ് നമുക്ക് കാശ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ കാര്യം. സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 10 വർഷം കിടന്ന ലോണാണ്, കിട്ടാത്ത പൈസയാണ്. ആ ജപ്തിക്കാർ നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് എത്ര പെട്ടെന്നാണ് ഈശോയും അമ്മയും ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടത്. ഇതാണ് പറയുന്നത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനം പറയുന്നത് പോലെ, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ, കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ കരി പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ജപ്തി നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് ആ കിട്ടാതിരുന്ന പൈസ KSF-യുടെ ചിട്ടി 15 ലക്ഷം പെട്ടെന്ന് കിട്ടുകയും അസാധ്യമായി കിടന്ന ആ സാഹചര്യം സാധ്യമാക്കി തന്ന ദൈവമാണ് കൂടെയുള്ളത്. 10 വർഷം വെറും 6 മാസത്തെ ഉടമ്പടി ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ മക്കൾ തീഷ്ണതയോടെ വിശ്വാസത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഇവരുടെ കണ്ണുനീര് സന്തോഷമാക്കി മാറ്റിയത്. ഈ മകൾ പറഞ്ഞത്, കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടിയിലാണ്. അച്ഛനും അമ്മയും പള്ളിയിൽ സന്തോഷത്തോടെ കൃപാസനം അമ്മയുടെ അരികിൽ വരുന്നു. ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്, മക്കളുമുണ്ട്. ഹസ്ബൻഡും മക്കളും എല്ലാം കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസ കൈമാറ്റമുണ്ട്. മറ്റുള്ളവർക്കും തീഷ്ണതയോടെയാണ് ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്നത്. അതും മറ്റുള്ളവരെ അറിയാത്തവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം. അതും ഇവരുടെ ഒരു കുടുംബമായിട്ടാണ് ഇവർ പത്രം കൊടുക്കുകയും മറ്റുള്ളവരോട് കൂടുതൽ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറയുകയും ചെയ്യുന്നത്. 4 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതമാണ്. 4 പ്രാവശ്യം മറ്റുള്ളവരെയും കൂടെ ഈ ആലയത്തിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ തീഷ്ണതയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃപയുടെ സ്രോതസ്സാണ്. ആ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയുടെ ഇടപെടലിലൂടെ ദൈവം നമുക്ക്
നമുക്ക് ആവശ്യമായതെല്ലാം നമ്മളെ അനുഗ്രഹിച്ചു തരുന്നു. അമ്മയുടെ മധ്യസ്ഥം വഴിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃഷ്ണകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് മാസത്തിലാണ്. എൻ്റെ പേര് മെർലിൻ ജോണി. മൂവാറ്റുപുഴ മാർ ഗ്രിഗോറിയസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2022 തൊട്ട് ഞാനൊരു നേഴ്സാണ്. 2022 തൊട്ട് വിദേശത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞാനും ഒരുമിച്ചല്ല നിൽക്കുന്നത്, രണ്ടുപേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ 2022 തൊട്ട് ട്രൈ ചെയ്യുക. 2023 ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉള്ള ജോലി നിർത്തി നാട്ടിലോട്ട് പോന്നു. അന്ന് എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെ ഉടമ്പടി എടുക്കുക, നീ കൃപാസനത്തിൽ പോ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല. 2022 ഞാനൊരു ഏജൻസിയിൽ കൊടുത്തു. പ്രോസസ്സിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2003 വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഏജൻസിയിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇൻ്റർവ്യൂ വരും, ടൈം എടുക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2023 കഴിഞ്ഞു. 2024 ഒരു മാർഗ്ഗവും ഇല്ല, എനിക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ നീ പോവാത്തേ, ജോലി എന്താ ചെയ്യാത്തേ, നാട്ടിൽ കയറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിങ്ങനെ കരയുക. അന്നേരത്തിന് ഏകദേശം ആദ്യത്തെ ഉടമ്പടി തീരാറായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിപ്പോൾ നിൽക്കുന്ന ഏജൻസിയിൽ നിന്ന് എനിക്ക് ഒരു ഓഫറും വരുന്നില്ല, അപ്പോൾ എനിക്ക് വേറെ ഒരു ഏജൻസി അമ്മ കാണിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് ചുമ്മാ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതോ ഒരു ഏജൻസി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ ഏജൻസി ഇങ്ങനെ കാനഡയ്ക്ക് ഇങ്ങനെ ഓഫറുണ്ട്, നേഴ്സുമാരുടെയാണ്, കെയർ ടേക്കറിൻ്റെ പോസ്റ്റിലോട്ടാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ല. അവർ കാനഡയ്ക്ക് പോയ കുറേ ആൾക്കാരുടെ നമ്പർ തന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സ് ചെയ്യാം, അമ്മ കാണിച്ചു തന്നാണല്ലോ അപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കെയർ ടേക്കറിൻ്റെ ഇൻ്റർവ്യൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി, സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടി, തേർഡ് ഇൻ്റർവ്യൂ ആയപ്പോഴത്തേനും ഏജൻസിന്ന് പറഞ്ഞു ആ പോസ്റ്റ് നിർത്തലാക്കി, അപ്പോൾ നീ ഒന്ന് വെയിറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കെയർ ടേക്കറിനേക്കാളും നല്ലൊരു പോസ്റ്റാണ് LPN പോസ്റ്റ്, ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സാണ്, അതിലോട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷെ നീ ഒരു എക്സാം ഉണ്ട്, നഴ്സുമാരുടെ ഏറ്റവും വലിയ എക്സാമാണ് NCLEX-RN, അതുപോലെ തന്നെ പാടുള്ളൊരു എക്സാമാണ് LPNകാരുടെ CPNRE എന്ന് പറഞ്ഞൊരു എക്സാം. അത് നീ പാസ്സാവണം, എന്നാലേ ലൈസൻസ് കിട്ടുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞി കൊച്ചുണ്ട്, അപ്പോൾ പഠിക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നീ ട്രൈ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കെയർ ടേക്കറിനേക്കാളും നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. ഈ CPNRE എക്സാം എഴുതാനുള്ള ലൈസൻസിനുള്ള പ്രൊസീജിയർ, എലിജിബിലിറ്റിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 months എടുത്തു അത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് കയറിയായിരുന്നു. സെക്കൻഡ് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഞാൻ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു. എക്സാം ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉപ്പും കഴിച്ചു, പിന്നെ തൈലമൊക്കെ പൂശി എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 hours എക്സാം വരുന്നത്, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, മാതാവ് രക്ഷിക്കും എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. കോൺഫിഡൻസ് ആണ് എനിക്ക് മാതാവ് രക്ഷിക്കുമെന്ന്. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര വിഷമമായി, കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് വേണം ഈ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനിങ്ങനെ കണ്ടു, നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ബൈബിള് വായിക്കുക, കൊന്ത ചൊല്ലുക, അതുപോലെ തന്നെ വചനങ്ങൾ ബുക്കിൽ എഴുതുക, ഇതൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ കണ്ടു. അപ്പം അന്ന് മുതൽ ഞാൻ തീക്ഷ്ണമായിട്ട് ഒന്നും ഞാൻ പഠിക്കാറില്ല, ബൈബിള് വായിക്കും, കുറേ വചനങ്ങൾ എഴുതും, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വചനങ്ങൾ എഴുതും. കൊന്ത ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കൊന്ത എപ്പോഴും ഒന്നും ചെല്ലാറില്ല. കൊന്ത ഫ്രീക്വൻ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ അന്നും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പ്, മാതാവിൻ്റെ എണ്ണ എല്ലാം ഞാൻ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം 4 hours എന്നുള്ള എക്സാം ഏകദേശം ഒരു 6 hours എടുത്തു.
അപ്പം കുറേ നേരം നമ്മൾ ആഹാരം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും നമ്മുടെ റൂമിൻ്റെ അകത്ത്. അപ്പം ഫുഡും ഒന്നും കഴിക്കുന്നില്ല. ഒരു 3 hours ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹെഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുവാണല്ലോ. പക്ഷേ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഏകദേശം 10 days 14 days ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം എൻ്റെ ഘട്ടത്തിലോട്ട് വന്നപ്പം February 18 ഞാൻ പോകുന്ന ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം മാറി. നേഴ്സുമാർക്ക് ഈ പോകുന്ന രീതിയിൽ EOA സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടി നമുക്ക് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെല്ലാം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെയും ഡിലേ ആയി. ഏകദേശം ഒരു 4 monthോളം ഡിലേ ആയി പ്രോസസ്സിങ്. പള്ളിയിൽ പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ ചോദ്യമാണ്, നീ എന്താ പോവാത്തത്, നിനക്ക് പോയിക്കൂടെ, ഇതെന്താ നിങ്ങൾ ലീഗലായ രീതിയിലല്ലേ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ നേഴ്സുമാരല്ല, എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും അറിയാം. നമ്മൾ ജോലി ഇല്ലാണ്ട് നാട്ടിലിരിക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുപാട് നമ്മളെ താത്തി സംസാരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട്, നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ താത്തി സംസാരിച്ച് ഏകദേശം ഒരു പാനിക് അറ്റാക്ക് വരുന്ന രീതിയിലോട്ടൊക്കെ പോയി തുടങ്ങി. രാത്രികളിലൊക്കെ ഉറക്കമില്ല, ചുമ്മാ ഇരുന്ന് കരയുക, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാനിങ്ങനെ മാതാവിനോട് പറയും, അമ്മേ എന്നെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പ്രൊവിൻസിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ വെക്കുന്ന നടന്നു. മെഡിക്കലിൻ്റെ ടൈം ആയാലും ബയോമെട്രിക്സിൻ്റെ ടൈമിലായാലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറയാം, അമ്മേ ഞാൻ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഗ്രേ കളറിൽ ഡ്രസ്സിലാണല്ലോ, അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അതുപോലെ തന്നെ എനിക്ക് അമ്മ അവിടെ ഉണ്ടായി, എനിക്കെല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ December 12 എനിക്ക് വർക്ക് പെർമിറ്റ് അപ്രൂവായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്രൂവായി. അത് കഴിഞ്ഞതിന് ശേഷം February 3 എൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് വിസ അടിച്ചു വന്നു. February 17 എൻ്റെ ഹസ്ബൻഡിൻ്റെയും വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ March 2 ഞങ്ങൾ കാനഡയ്ക്ക് പോവുകയാണ്. എനിക്കറിയാം കാനഡയിൽ ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ അതെല്ലാം തരണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പോകാനുള്ള ക്യാഷൊന്നും അങ്ങനെ റെഡി ആയിട്ടില്ലായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പോകാനുള്ള ഈ ക്യാഷും കാര്യങ്ങളും എല്ലാം റെഡി ആവണേ. ആദ്യമൊക്കെ ഏജൻസിക്കാർ പറയുമായിരുന്നു ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല, നീ തന്നെ പോകണമെന്ന്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു കൊച്ചാ, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ നാട്ടിൽ ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ മദർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് പറയാമായിരുന്നു, മാതാവേ പോവുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും പോകണം, അല്ലെങ്കിൽ പോകണ്ട എന്ന രീതി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ച് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവും. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് നാണമില്ലേ ഈ പേപ്പറൊക്കെ കൊടുക്കാനായിട്ട്, കുറച്ച് മോഡേണായിട്ട് ചിന്തിച്ചുകൂടെ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവർക്കിങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മാതാവിനോട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ വിസ വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അതായത് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ എനിക്ക് വിസ വരുന്നത്. കാരണം 2023 തൊട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എന്നെ സെലക്ട് ചെയ്തല്ലോ, അത് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കഴിവ് തന്നെയാണ്. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അതായത് March 2 ഞാൻ കാനഡയ്ക്ക് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചിലവരൊക്കെ നമ്മളോട് ചോദിക്കും മെഡിസിൻ വാങ്ങിച്ചു തരാവോ, ഫുഡ് വാങ്ങിച്ചു തരാവോ, അങ്ങനെയുള്ളവർക്ക് ഫുഡും കൊടുക്കും.
എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ തന്നെ കുഞ്ഞ് അംഗൻവാടി പോകുന്നുണ്ട്, അവനെ നഴ്സറി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരു ആ ചേച്ചി ചോദിച്ചു ഇത് എന്തിൻ്റെ നേർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നേർച്ചയാണ് കൃപാസനാണോ എന്ന് അവർ ചോദിച്ചു. അപ്പം തന്നെ പുള്ളിക്കാരി ചോറ് എൻ്റെ കയ്യിലോട്ട് തിരിച്ച് ഒരു എറിഞ്ഞ് തന്നെ രീതിയിൽ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേച്ചി, മാതാവിൻ്റെ അല്ലേ, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് മാതാവിൻ്റെ ഫുഡ്, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരി അത് എഗ്രി ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും പുള്ളിക്കാരി ഈ കൃപാസന നടയിൽ വരും, പുള്ളിക്കാരി ഇതുപോലെ സാക്ഷ്യം പറയുന്നുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാൽ ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി, മാതാവിനോട് ഉടമ്പടിയിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുടുംബ പ്രാർത്ഥന അത് വളരെ കുറവായിരുന്നു. ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന പകുതി സമയം മുടങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി കുടുംബ പ്രാർത്ഥന ചെയ്യും. അതുപോലെ തന്നെ കൊന്ത ഞാൻ ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഡെയിലി വചനങ്ങൾ ബുക്കിൽ എഴുതും, ബൈബിൾ വായിക്കും, സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ വചനങ്ങളും വായിക്കുക, മാർക്ക് ചെയ്യുക. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്സ്, പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഹിന്ദുക്കളായ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയും. അവർ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഉടമ്പടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാതാവിനും ദേവകുമാരനും വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 വചനമാണ്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നത് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വഴിയും നമുക്ക് വ്യക്തമല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴികൾ ഒരുപക്ഷെ നമ്മെ വഴിതെറ്റിക്കാം. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നേരായ വഴി അവിടുന്ന് കാണിച്ചു തരുമെന്നാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ നേരായ വഴിയാണ് ഈശോയും അമ്മയും നമുക്ക് കാണിച്ചു തരുന്നത്. വാസയോഗ്യമായ ഒരു നഗരം, ഒരുപക്ഷെ ഇന്നത്തെ ആ നഗരം നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അലയുന്ന ജീവിതത്തിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള ഒരു യാത്ര. പരിശുദ്ധ അമ്മയും ഈശോയെ നമ്മുടെ കരം പിടിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് സ്ഥിരതയുള്ളൊരു ജോലി, കുടുംബ പ്രശ്നങ്ങളിൽ അലയുന്നവർക്ക് സമാധാനം, സാമ്പത്തികമായി സമ്മർദ്ദത്തിൽപ്പെടുന്നവർക്ക് ഒരാശ്വാസം, ഇതൊക്കെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ കരയുന്നവരുടെ വേദന കേൾക്കുന്ന ഈശോ എല്ലാം വാസയോഗ്യമായ നഗരത്തിലേക്കാണ് നമ്മെ കൈപിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ യാത്രക്കാരൻ, കൂടെയുള്ള യാത്രി. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിക്കാനാണ് ഈശോയും അമ്മയും നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മെർലിൻ ജോണി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഹസ്ബൻഡും മക്കളും കുടുംബവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അമ്മയോട് ഒരു വഴി കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒരുപക്ഷെ വാസയോഗ്യമായ ഒരു നഗരത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഓരോ വഴികളാണ് തുറന്നു കൊടുത്തത്. ആദ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈലിൽ കാണുവാൻ ഒരു ഏജൻസിയുടെ പേര് കാണുവാനും അത് ഈശോയുടെ മമ്മിയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. പിന്നീട് കാനഡയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ പ്രോസസ്സിങ്ങിലും വളരെ ഏറെ തടസ്സങ്ങളാണ് ഈ മകൾ നേരിടേണ്ടി വന്നത്. പോസ്റ്റ് ഇട്ടത് അപ്ലൈഡ് ഫോർ ജോബ് പുതിയതായിട്ട് കെയർടേക്കറായിട്ടാണ്. പക്ഷെങ്കിൽ ഈ മോൾ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റോടെ നിർത്തിപ്പോയി. പിന്നീട് ഒരു ബെറ്റർ പോസ്റ്റിനായിട്ടാണ് LPN വന്നത്.
പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തു. അത് പാസ്സാകാനായിട്ട് സാധിച്ചില്ല. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഫെയിലായി. പിന്നീടാണ് ഈ മകൾ വിചാരിച്ചു എന്തായിരിക്കാം ഫെയിലാവാൻ കാരണം. അച്ഛൻ്റെ ടോക്ക് കേട്ടു. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയി. പിന്നീട് ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചേഞ്ച്, സിസ്റ്റം ചേഞ്ച്, യോയി പുതിയ നിയമം വന്നു. പിന്നീട് വീണ്ടും ഈ മകൾക്ക് പിന്നീട് ഒരു ബ്ലോക്കാണ്. തീരുമാനത്തിനനുസരിച്ച് പോകുവാൻ സാധിക്കാത്ത ഒരു നിമിഷം. ആ നിമിഷങ്ങളിലൊക്കെ ഈ മകൾ വിശ്വാസം കൈവിടാതെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് വന്ന ബയോമെട്രിക്കൽ എക്സാമും മെഡിക്കൽ എക്സാമും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഉടമ്പടിയിലാണല്ലോ ഈശോയും അമ്മയും കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ഈ മകൾ വീണ്ടും പുതിയ വഴികൾ ഈശോ തുറന്നു കൊടുക്കുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ശക്തിയും ധൈര്യവുമാണ് ഈ മകൾക്ക് ഉടമ്പടിയിൽ കൂടെ ലഭിച്ചത്. പിന്നീട് പെട്ടെന്നായിരുന്നു എല്ലാം. ഡിസംബർ 12 വർക്ക് പെർമിറ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ഫെബ്രുവരി 3 കുഞ്ഞിനുള്ള പാസ്പോർട്ട് വിസ കിട്ടി. ഫെബ്രുവരി 17 ഹസ്ബൻഡിനുള്ള വിസയും ലഭിച്ചു. ഈ 3 പേർക്കുമുള്ള എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും പെട്ടെന്നാണ് നടത്തി കൊടുത്തത്. 3 വർഷത്തോളം ഈ മക്കൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ 2ാമത്തെ പുതുക്കലിലാണ് ഈ മകൾക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രയാസത്തിലും വിശ്വാസം നഷ്ടപ്പെടാതെ ഈ മകൾ ധൈര്യപൂർവ്വം ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൾ ഓരോ കാര്യവും മുന്നോട്ട് പ്രാർത്ഥിച്ചാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓരോ കാര്യത്തിലും മുന്നോട്ട് പോയപ്പോഴും നല്ലതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ഒരു നല്ല ഒരു വഴി തുറന്നു കൊടുത്തത്. അതുതന്നെയാണ് വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നിന്ന് നേർവഴിക്ക് നയിച്ചു എന്ന് പറഞ്ഞത്. ഇവർക്ക് വാസയോഗ്യമായ സ്ഥലമാണ്. ഇപ്പോൾ കാനഡയിൽ കുടുംബമായിട്ട് ഇവർ മാർച്ച് 2 പോവുകയാണ്. അത് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. കാരണം മെറിറ്റിൽ അല്ല വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഈശോയും അമ്മയെ വിശ്വസിക്കുമ്പോൾ നമുക്ക് വാസയോഗ്യമായ നഗരത്തിലേക്ക് ഈശോയും അമ്മയും നമുക്കുള്ള വഴി തുറന്നു തരും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നഗരമായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അലച്ചിലുകളുണ്ടായാലും ദൈവവും മാതാവും നമ്മെ സുരക്ഷിതമായ സമാധാന നഗരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസം കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരായ വഴിയിലൂടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മെർലിൻ ജോണിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവംഗമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2 2025 ഡിസംബർ 2 ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല. നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ.
അപ്പോൾ ഞാൻ അത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഈ നിബന്ധനകളിലേക്ക് നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം. അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1-2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും. ചിലപ്പോൾ 3rd റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റ് ഒന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പോൾ തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷെ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരികെ കിട്ടുകയും ചെയ്തു. ഞാൻ
എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ റൂമൊന്നും ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായപ്പോഴത്തേനും കോൾ വന്നു. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടെ നിന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പായി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ ഞാൻ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ വീക്ക് നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്, 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ 11:22 കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനെ സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ട്രിസ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം, മകൾക്ക് ഏറെ നാൾ പരിശ്രമിച്ച് ലഭിക്കാതിരുന്ന ജോലി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വിശ്വാസത്തോടെ മകൾ തീരുമാനിച്ച് അതിനുള്ള പരിശ്രമം തുടങ്ങുന്ന നാളുകളിൽ തന്നെ അമ്മ മാതാവ് മകൾക്ക് ജോലി ഒരുക്കി കൊടുക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, മകളെ കൃപാസനത്തിലേക്ക് പോരുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് തീരുമാനമെടുത്ത് ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ
പോരുന്ന അതേ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന അതേ ദിവസമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി കമ്പനി വല്ലാതെ കണ്ട് പലരിലൂടെ നിർബന്ധിക്കുന്നത്. അത് മകളെടുക്കുന്ന ഒരു നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളത് പല ആവർത്തി തന്നെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഓരോ തവണയും അവർ ചൊവ്വാഴ്ച തന്നെ ഇൻ്റർവ്യൂവിന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജോലി കിട്ടിയില്ലെങ്കിൽ കൂടിയും ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിന് വരുത്തില്ല. അത് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ട ദിവസം, ഇവിടെ ഉടമ്പടി എടുക്കേണ്ട ദിവസമാണെന്ന് മകളത് അറിയിക്കുന്നുണ്ട്. അതൊരു പ്രധാന പ്രമേയമാണത്. കാരണം നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവർ നമ്മളെ ചില കാര്യങ്ങൾ ആത്മീയമായ ഒരുക്കങ്ങളിലും ആത്മീയ ജീവിതത്തിൻ്റെ ചില നിലപാടുകളും എടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇറച്ചിക്കഷ്ണം കാണിച്ചാൽ, അപ്പക്കഷ്ണം കാണിച്ചാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ രീതികളിൽ നിന്ന് മാറിപ്പോകുമോ, അതോ ആത്മീയ ജീവിതം ബലം പിടിപ്പിക്കുവാനുള്ള ആ രീതികളിൽ ഉറച്ചു നിൽക്കുമോ? മകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമായിരുന്നു. ഒരു 10,000-1500 രൂപയുടെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നഷ്ടം എന്ന് വേണമെങ്കിൽ കണ്ടുകൊണ്ട് ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ അതിനാകാമായിരുന്നു. പക്ഷേ കോംപ്രമൈസ് ഒരിക്കലും കവനന്റിനോട് ചേർന്ന് പോകുന്നതല്ല. നാം എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുവോ ആ ഓരോ കോംപ്രമൈസും കവനന്റിനെ, ഉടമ്പടിയെ വീക്കൻ ചെയ്യും, ദുർബലമാക്കും. പക്ഷെ കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായി നാം ഒരു ജീവിത വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പോലും അസാധ്യമെന്ന് കരുതുന്ന ഉടമ്പടി നിയോഗങ്ങളെ നമുക്കത് അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ഇതൊന്ന് ഒരു ആത്മപരിശോധനയുടെ മേഖലയിൽ വെക്കേണ്ടതാണ്. നാം അമ്മമാതാവിനോടൊപ്പം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും കൊളുത്തുകൾ, എളുപ്പവഴികൾ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചുറ്റുവരികുന്നുണ്ടോ? വല്ലാതെ നിർബന്ധിക്കുന്നുണ്ടോ? നാം അതിൽ വീണു പോകുന്നുണ്ടോ? അങ്ങനെ വല്ലാതെ ചുറ്റിവരിയുന്ന, നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നാം വീണു പോകുന്നുവെങ്കിൽ അത് ഉടമ്പടിയെ തള്ളിപ്പറയലാണ്, ഉടമ്പടിയെ ഉപേക്ഷിക്കലാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് അസാധ്യമായത്, നാളിതുവരെ പരിശ്രമിച്ച് നമുക്ക് ലഭിക്കാത്തത്, ഒരുപക്ഷെ വല്ലാതെ നിരന്തരമായ ക്ലേശത്തിലേക്ക് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ ദൈവശക്തിയാൽ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഉടമ്പടിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉടമ്പടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും ജീവിതത്തെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. മകൾക്ക് അതേ ഇൻ്റർവ്യൂ തന്നെ ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. മകൾ ആഗ്രഹിക്കുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 7-ാം തീയതിയോടടുത്ത് തന്നെ മകളുടെ ജോലി ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ജോലി മകളിന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളെ അകറ്റി നിർത്തിയാൽ ദൈവം നമ്മുടെ ജീവിത വിഷയം ഏറ്റെടുത്തുകൊണ്ട് ക്ഷണനേരം കൊണ്ട് സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരും. അതുകൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായ ജീവിതത്തിന് വേണ്ടി കവനന്റിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. അത് നഷ്ടങ്ങളല്ല, നേട്ടങ്ങളായിരിക്കും. ഈശോയിലൂടെ അമ്മ മാതാവ് നമുക്ക് നേടിത്തരിക. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.